വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. സബ്മിറ്റ് അവർസെൽഫ് ഫോർ ഗോഡ് ടു വർക്ക് ത്രൂ അസ്. ദൈവിക ഉപയോഗത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതെ, ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവിക ഉപയോഗത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുക എന്നതിന് ദൈവവചനത്തിൽ വളരെ പ്രാധാന്യമുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിരിക്കുമ്പോൾ മനോഹരമായ ദൈവഹിതത്തിനായി, ദൈവാലോചനയ്ക്കായി നാം ഉപയോഗിക്കപ്പെടേണ്ടതിന് ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ ദൈവഹിതത്തിനായി നാം സമർപ്പിക്കപ്പെടണം എങ്കിൽ നാം ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ആക്ട് ഫ്രീലി, ബ്രിങ്ങിങ് ആൻഡ് ഓഫറിങ് ടു ഗോഡ്. ദൈവത്തിന് ഇഷ്ടകരമായ രീതിയിൽ നാം ഉപയോഗിക്കപ്പെടേണ്ടതിന് നാം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവഹിതത്തിനായി സമർപ്പിക്കുക. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവഹിതത്തിനായി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു: ദേഹം, ദേഹി, ആത്മാവ് ഇവയെല്ലാം ദൈവഹിതത്തിനായി നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് നാം ദൈവഹിതത്തിനായി സമർപ്പിക്കേണ്ടുന്നത്? നാം ജീവനുള്ള യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഗോഡ് ഡസ് നോട്ട് വാണ്ട് യു ടു ഡൈ, ബട്ട് ഹി വാണ്ട് യു ടു ലീവ് ഫോർ ഹിം. പലപ്പോഴും പലരുടെയും ചിന്താഗതി എന്ന് പറയുന്നത് ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി മരിക്കുക എന്നതാണ്. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുക, ജീവിച്ച് ദൈവമാരെന്ന് ശത്രുവിൻ്റെ മുമ്പിൽ തെളിയിക്കുക, ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കുക, മനുഷ്യരുടെ മുമ്പിൽ തെളിയിക്കുക. നമുക്കറിയാം, ദാനിയേലിനെയും ചന്ദ്രക്കിനെയും മേശക്കിനെയും ഒക്കെ അടിമകളായി ബാബേലിലേക്ക് കൊണ്ടുപോകപ്പെട്ടപ്പോൾ അവരുടെ വിശ്വാസവും വിശുദ്ധിയും ഭക്തിയും സത്യവും ഒക്കെ കാത്തു സൂക്ഷിച്ചത് നിമിത്തം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, അവർ അനേക ജാതികളുടെ മുമ്പിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും ദൈവിക മർമ്മങ്ങളുടെ വാക്താക്കളായി, ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായി, ദൈവികമാകുന്ന വാഗ്ദത്തങ്ങളെ തെളിയിക്കത്തക്കവണ്ണം ദൈവത്താൽ അവർ ഉപയോഗിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. കാരണം അവരവിടെ ദൈവനാമത്തിന് വേണ്ടി നിന്നു എന്നത് വളരെ പ്രസക്തിയുള്ള ഭാഗമാണ്. അവർക്ക് വേണമെങ്കിൽ അവിടുത്തേതാകുന്ന മോഹങ്ങൾക്കും അവർക്ക് ലഭിക്കാവുന്ന സുഖസൗകര്യങ്ങൾക്കും വേണ്ടി അവരുടേതാകുന്ന ജീവിത സാഹചര്യങ്ങളെ ഒരുപക്ഷെ ഉരിഞ്ഞു വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അവിടെ ജീവിക്കാമായിരുന്നു. എന്നാൽ അവർ ദൈവത്തിനു വേണ്ടി നിൽക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലും അനേക ഭക്തന്മാർ റോമ ആധിപത്യങ്ങളുടെ മുമ്പിൽ, ശത്രുവിൻ്റെതാകുന്ന ആധിപത്യങ്ങളുടെ മുമ്പിൽ അവർ പിടിച്ചു നിൽക്കുകയും ദൈവനാമത്തിന് വേണ്ടി അവർ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് കാരാഗ്രഹത്തിലും അതുപോലെ തന്നെ തീയുടെ ഉള്ളിലും ഒക്കെ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് തൻ്റെ ജനത്തെ അത്ഭുതകരമായി ദൈവം വിടുവിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ചിന്തിച്ചറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, നാം മരിച്ച് ഭീരുവായി മരിക്കുന്നതിനേക്കാൾ ധീരനായി കർത്താവിന് വേണ്ടി നിൽക്കുക എന്നത് നാം വളരെ വ്യക്തമായി ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഞാനൊരു ഇലസ്ട്രേഷൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. ഭീരു എന്നും മരിക്കുന്നു, വീരൻ ഒരിക്കൽ മാത്രമേ മരിക്കുകയുള്ളൂ. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനപ്രകാരം നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഇന്ന് ഞാനിവിടെ ദൈവസന്നിധിയിൽ പ്രബോധിപ്പിക്കുന്നത്, നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് അനുയോജ്യമാകുന്ന നിലവാരത്തിൽ ദൈവവചനം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന
അവസ്ഥയ്ക്കനുസരിച്ച് വിശ്വസ്തയോടെ സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പിന്നെയും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ദാസനാകുന്ന ഇയ്യോബ് പഴയ നിയമത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ ദേഹം മുഴുവൻ ക്ഷയിച്ച് ഞാൻ ഇല്ലാതെയായാലും ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഇങ്ങനെയാണ് താൻ പറയുന്നത്. അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അപ്പോൾ ദൈവം നമ്മളെ കാണേണ്ടതിനായി, അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഒരു നല്ല പാനീയയാഗമായി സമർപ്പിക്കപ്പെടേണ്ടതിനായി നാം നമ്മെ തന്നെ ഒരുക്കി ദൈവകരങ്ങളിൽ ഏർപ്പിക്കുക എന്നതിന് വലിയ പ്രാധാന്യം ദൈവവചനം കൽപ്പിക്കുന്നു. മാത്രമല്ല, സമർപ്പിക്കപ്പെടുക എന്നതിനേക്കാൾ ഉപരിയായി നാം ദൈവസന്നിധിയിൽ ദൈവഹിതത്തിനായി നാം ഏൽപ്പിക്കുക എന്നതിന് നാം നമ്മെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവത്തിന് ദാസനാകുന്ന ശൗമേൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. അനേക തലമുറകൾ ദൈവിക ദർശനങ്ങളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ലോകമോഹികളായി പിന്തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്നുള്ള വ്യഗ്രതയോടെ ആത്മിക വാഞ്ചയോടെ ശൗമേൽ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. പരിണത ഫലം എന്തെന്ന് ചോദിച്ചാൽ, ദാൻ മുതൽ ബെർശേബ വരെ ദൈവത്തിന് വിശ്വസ്തനായ ഒരു പ്രവാചകനായി ദൈവം തന്നെ ഉയർത്തി എന്ന് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന നമ്മുടെ തലമുറകളുടെ മുമ്പിൽ അനേകർ അവിശ്വസ്തരായി, ലോകമോഹികളായി, ദൈവ ഇഷ്ടത്തിൽ നിന്ന് വിപരീതമായി തങ്ങളുടേതാകുന്ന ഇഷ്ടങ്ങൾക്ക് ജീവിച്ചും അനുരൂപമായി ഓടിക്കൊണ്ടുമിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരായുസ് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് വിശ്വസ്തയോടെ, സത്യത്തോടെ, മാതൃകയോടെ ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ നാം നമ്മെ തന്നെ ഒരുക്കുകയും അതിനായി പ്രതീക്ഷയോടെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിച്ച് മരിക്കുന്നവരായിട്ടല്ല, ജീവിക്കുന്നവരായി ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഉപയോഗിക്കപ്പെടുവാൻ സർവശക്തനാകുന്ന ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നിൻ്റെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ നാളുകളിൽ ക്രിസ്തുവിന് വിശ്വസ്തരായി ജീവിക്കുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി വിളങ്ങുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉപയോഗിക്കണം. അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണം. അതിന് വിപരീതമായി ഞങ്ങളിൽ ഉയരുന്ന എല്ലാ ജഡിക അഭിലാഷങ്ങളെയും ചിന്തകളെയും മാറ്റി വിശ്വസ്തയോടെ ജീവിപ്പാൻ ആവശ്യമായ ദൈവാനുഗ്രഹം അങ്ങ് ഞങ്ങളുടെ മേൽ പകരണം. അതിന് കർത്താവെ, തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ധൈര്യം വർദ്ധിപ്പിച്ചാട്ട്, വിശ്വാസം വർദ്ധിപ്പിച്ചാട്ട്, ശക്തി വർദ്ധിപ്പിച്ചാട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.